വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതുവരെ എവിടെയും കാണാത്ത തരത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു തലം, ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ പാസ്റ്ററെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ, ആ ദൈവദാസൻ പ്രവചനാത്മാവിൽ പാസ്റ്ററോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഡിഫറെൻറ്റ് സ്പിരിച്വൽ കാര്യമാണ് ഇത്. ഞാൻ അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചർച്ചിൽ പോയപ്പോൾ അവരെല്ലാം അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു, ഞാനും എനിക്ക് കിട്ടിയ അന്യഭാഷയിൽ ആരാധിക്കുകയാണ്. ഈ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കൊരു ഡൗട്ട് വരും എൻ്റെ മനസ്സിലേക്ക്. കാര്യം അവർ പറയുന്ന അന്യഭാഷയും ഞാൻ പറയുന്ന അന്യഭാഷയും തമ്മിൽ മാച്ച് ആവുന്നില്ല. ഇത് സത്യമാണോ? ഇങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലേക്ക് വരിക. ഞാൻ ഈ ഡൗട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ സംശയം വരുന്ന ഓൺ ദ സ്പോട്ട് എൻ്റെ നാവിൽ അന്യഭാഷ നിന്നുപോയി. അവിശ്വാസം വന്നു. എനിക്ക് സംശയം ഉണ്ടായി. അപ്പോൾ എൻ്റെ നാവിൽ അന്യഭാഷ നിന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ചില ആൾക്കാർ പറയാം അന്യഭാഷ ചുമ്മാ അങ്ങനെ ഇങ്ങനെ. ഞാൻ എൻ്റെ അനുഭവമാണ്, എത്ര ശ്രമിച്ചിട്ടും പിന്നെ എൻ്റെ നാവിൽ ഒറ്റ വാക്ക് വരുന്നില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കിങ്ഡം ഇൻസൈറ്റ് എന്ന സ്പിരിച്വൽ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സാം ജോസഫാണ് നമ്മുടെ കൂടെ ഇന്ന് ആയിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പാസ്റ്റർ സാം ജോസഫിനോടുകൂടെ പല കാര്യങ്ങളും സംസാരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന അതിപ്രധാനമായൊരു വിഷയമാണ്. യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുന്നേ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോടുള്ള വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ആ വാഗ്ദത്തം, പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാൻ അവർ റെഡിയായി. ഇതിനുള്ള പ്രാധാന്യത, എത്രത്തോളം പ്രാധാന്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ രക്ഷയിലേക്ക് കടന്നു വരുന്നുവെന്ന് സാംപാസ്റ്റർ നമ്മളോട് പറഞ്ഞു. സാംപാസ്റ്റർ അനുഭവം നമ്മളോട് പറഞ്ഞു. തുടർന്ന് സാംപാസ്റ്റർ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രാപിച്ചു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. പാസ്റ്റർ എങ്ങനെയാണ് രക്ഷ കഴിഞ്ഞിട്ട് സ്നാനത്തിലേക്ക് അടുത്തത്? അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് വളരെയേറെ അനുഗ്രഹമായിരിക്കും. താങ്ക് യു റോബിനെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന എല്ലാ സാവകാശങ്ങൾക്കും അതിന് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഒത്തിരി പേരുടെ പ്രതികരണങ്ങൾ ഒത്തിരി പേർക്ക് അനുഗ്രഹമായെന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ സംസാരിച്ചത് പ്രത്യേകിച്ച് രക്ഷയെക്കുറിച്ചായിരുന്നു, രക്ഷയിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെക്കുറിച്ച്. എൻ്റെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നാന ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്നാന ശുശ്രൂഷയായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് ഒരു ദൈവദാസനായി നിൽക്കുമ്പോൾ ഒത്തിരി പേരുടെ സ്നാന ശുശ്രൂഷകൾ കാണാറുണ്ട്. ആ സ്നാന ശുശ്രൂഷയിൽ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അവർ സ്നാനപ്പെടുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്നാനപ്പെട്ടു കയറി വരുന്നു, നോർമലി പറയുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് കയറി വരുന്നു. പക്ഷേ എൻ്റെ സ്നാന ശുശ്രൂഷ അങ്ങനെ അല്ലായിരുന്നു. ഫസ്റ്റ് എവിടെന്നാണ് സ്നാനപ്പെട്ടത്? ഞാൻ അബുദാബി വെച്ചിട്ടായിരുന്നു സ്നാനപ്പെടുന്നത്. അബുദാബിയിൽ അവിടെയായിരുന്നു പാസ്റ്റർ? അവിടെയായിരുന്നു. അവിടെ വെച്ച് സ്നാനപ്പെടുമ്പോൾ ആ സ്നാനക്കടവിൽ ഞാൻ സ്നാനപ്പെട്ട ഉടൻ തന്നെ ആ ദൈവദാസൻ്റെ തലയിൽ കൈവച്ച് പ്രവചനാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് സ്നാനപ്പെട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ നിന്നാണോ ഈ കാര്യങ്ങൾ നടക്കുന്നത്? വെള്ളത്തിൽ നിന്ന് വളരെ ശക്തമായി എന്നെക്കുറിച്ചുള്ള, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള, എൻ്റെ ഫ്യൂച്ചറിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആ ദൈവദാസൻ വളരെ ശക്തമായി ആത്മാവിൽ എന്നോട് പ്രവചിക്കാനായിട്ട്. വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇതുവരെ എവിടെയും കാണാത്ത തരത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു തലം, ആ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ പാസ്റ്ററെ കുറിച്ചുള്ള ദൈവിക നിയോഗങ്ങൾ, ആ ദൈവദാസൻ പ്രവചനാത്മാവിൽ പാസ്റ്ററോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഡിഫറെൻറ്റ് സ്പിരിച്വൽ കാര്യമാണ് ഇത്, ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും റോബിനെ, തീർച്ചയായിട്ടും. ഞാനതുവരെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൈവശബ്ദം കേൾക്കുമോ, എൻ്റെ ഭാവി എന്താണ്, ശുശ്രൂഷ തലം എന്താണ്, അല്ലെങ്കിൽ എനിക്കൊരു ശുശ്രൂഷയുണ്ടോ എന്നൊന്നിനെക്കുറിച്ചും എനിക്ക് അറിയത്തില്ലായിരുന്നു. സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പേര് പ്രവചനത്തെയും പ്രവചന ശുശ്രൂഷകളൊക്കെ വിമർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവം പറഞ്ഞതനുസരിച്ച് സ്നാനത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്ത് ഞാൻ സ്നാനപ്പെട്ട് ആ കുളക്കടവിൽ നിന്ന് കയറുന്നതിന് മുൻപേ ആ വെള്ളത്തിൽ വെച്ച് തന്നെ ആ അഭിഷിക്തനോട് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ചുള്ള ശുശ്രൂഷകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ശരിക്കും പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തൊട്ട് അനന്യാസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ അനന്യാസ് ചോദിക്കുന്നു, ഈ മനുഷ്യനോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ തമ്പുരാൻ സ്തോത്രം അന്യാസിൽ കൂടി പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിയിക്കുകയാണ്.
ആമേൻ. സ്തോത്രം. ഇതേപോലെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ആ വെള്ളത്തിൽ എനിക്ക് നാളെ ഒരു ശുശ്രൂഷകനാകുമെന്നോ എന്നെക്കുറിച്ചുള്ള വിളിയോ തെരഞ്ഞെടുപ്പോ ഒന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടത്, യേശു സ്നാനപ്പെട്ട ഒരു ദൈവശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. യെസ്, അതേപോലെ തന്നെ ഒരു ദൈവശബ്ദം പാസ്റ്റർ കേൾക്കാനിടയിൽ വ്യത്യസ്തമായ അനോയിന്റിങ്ങിലൂടെയാണ് പാസ്റ്ററിനെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും റോബിനെ. അവിടെ വെച്ചിട്ട് ആ ദൈവശബ്ദം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ആ ദൈവശബ്ദം എത്രത്തോളമാണ് അതിൻ്റെ പ്രാധാന്യമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ രക്ഷയിലേക്ക് നയിച്ച സഹോദരങ്ങൾ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ സ്നാനപ്പെട്ട ആ ദൈവശബ്ദം കേട്ട് ഇവരെല്ലാം കേൾക്കുകയാണ് ആ ദൈവശബ്ദം. എന്നെക്കുറിച്ച്, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് അദ്ദേഹം ദൈവശബ്ദം പറയുന്നത്. അപ്പോൾ ആ ദൈവശബ്ദം കേട്ട് കരയിലേക്ക് കയറി വന്നപ്പോൾ അവരെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിന്നെക്കുറിച്ചുള്ള ദൈവിക നിയോഗവും ദൈവത്തിൻ്റെ പദ്ധതികളുമാണ് കേട്ടതെന്ന് പറഞ്ഞ് അവരെല്ലാം കണ്ണുനീരോടെ കെട്ടിപ്പിടിച്ച് എന്നെ ചുംബിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കാര്യം എന്താണ്, അവർ എന്നെ രക്ഷയിലേക്ക് നയിച്ചു. അപ്പോൾ ആ രക്ഷയിലേക്ക് നയിച്ച ആ ഒരു മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ നിയോഗങ്ങൾ കേട്ടപ്പോൾ ആ രക്ഷയിലേക്ക് നയിച്ചവർ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനൊരു കാര്യം പറയാം റോബിനെ, ഞാനിന്ന് അനേകരെ രക്ഷയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം കർത്താവിനെ ഉപയോഗിക്കുന്നു. നമ്മൾ ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുമ്പോൾ അവൻ കേവലം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു വിശ്വാസിയായി എന്നുള്ളതല്ല. അതിനപ്പുറമായി അവനെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്ന വലിയൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനകത്തിലേക്ക് അവനെ നടത്തുക എന്നുള്ളതാണ് ഒരു ദൈവദാസനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആമേൻ. സ്തോത്രം. പാസ്റ്റർ അന്ന് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, തുടർന്ന് പരിശുദ്ധാത്മാവ് എന്ന ആ ഒരു കാര്യസ്ഥൻ, ആ ഒരു പരിശുദ്ധാത്മാവ് എപ്രകാരം പ്രാപിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് പറയാൻ വളരെ അനുഗ്രഹമായിരിക്കും. റോബിനെ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് പ്രാപിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം പാസ്റ്റർക്ക് ഇതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രവചനദൂത് കേട്ടു, പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എനിക്കൊരു അവയർനെസ് ഇല്ല. മനസ്സിലായി? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എനിക്കൊരു അവയർനെസ് ഇല്ല. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ അവയർനെസ് ഉണ്ടായതെന്ന് ഞാൻ പറയാം. ഞങ്ങളപ്പോൾ ആ ഏരിയകളിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ സഹോദരങ്ങളൊക്കെ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നു, വ്യത്യസ്ത സ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും ഈ പരിശുദ്ധാത്മാവെന്നുള്ള നിലവാരത്തിലുള്ള ആഗ്രഹമൊന്നും വന്നില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള. അതിനകത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച്, സ്തോത്രം, ഞാനത് വായിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം കത്താൻ തുടങ്ങി. ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി, ദൈവമേ ഈ പരിശുദ്ധാത്മാവിനെ എനിക്കും ആവശ്യമുണ്ട്, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ ഇതൊരു പക്ഷേ കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ഹൃദയത്തിൽ തോന്നി. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പിന്നീട് ചെയ്തതെന്താണെന്നറിയാം, ഞാനായിരുന്ന അബുദാബി പ്രദേശത്തെല്ലാം നടക്കുക ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നടക്കുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തപരമായ ശക്തി വന്നാൽ ഒരുപക്ഷെ ഞാൻ ആത്മവിശുദ്ധയിൽ വീണുപോകും, അല്ലെങ്കിൽ മറ്റൊരു അനുഭവത്തിലേക്ക് പോകും. അപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഏരിയയിലാണെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ആശങ്ക എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള ജനം വരുന്ന ഒരു ഏരിയയിലിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരാശങ്ക. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് റൂമുമില്ല. ഞാനന്നൊരു ക്യാമ്പിലാണ് താമസിക്കുന്ന. ആ റൂമിൽ 10 പേരുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, കർത്താവേ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു സാവകാശം. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അനേക സാവകാശങ്ങൾ ഉണ്ടായിട്ടും പ്രാർത്ഥിക്കാതെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങളോടുള്ള ഒരു ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഒറ്റയ്ക്കിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഞാൻ വളരെ ആഴ്ചകളൊന്ന് അലഞ്ഞു നടന്നൊരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഒറ്റയ്ക്ക്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ 10 പേര് റൂമിലുണ്ട്. 10 പേര് ഒരുമിച്ച് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകിട്ട് 10 പേര് ഒരുമിച്ച് തിരിച്ചു വരുന്നു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരവസരമില്ല. അപ്പോൾ എനിക്ക് ദൈവത്തോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ സൈറ്റിൽ ഒരാൾക്ക് സുഖമില്ലാതായി. ഞാൻ എൻ്റെ സൂപ്പർവൈസറിനോട് ചോദിച്ചു, ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകട്ടെ എന്ന്. അദ്ദേഹം പറഞ്ഞു, നീ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ വരുന്ന വഴിക്കാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വ്യക്തിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സൗഖ്യമാകണമെന്ന്. അങ്ങനെ വരുന്ന വഴിക്ക് ആ വ്യക്തിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയായ സമയമാണ്. ആ ഉച്ചയായ സമയത്ത് ഞങ്ങളുടെ സൂപ്പർവൈസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അവന് കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് പോയിക്കോളാൻ ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനും റൂമിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെർമിഷൻ തന്നു, റൂമിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അതിയായ സന്തോഷത്തോടുകൂടി റൂമിലേക്ക് വന്നു. കാര്യം ഉച്ച സമയമായിട്ടുള്ളൂ, റൂമിൽ ആരുമില്ല. ഇനി എല്ലാവരും വൈകിട്ട് 8 മണി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരത്തുള്ളൂ. ഇത്രയും സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പായോ മറ്റൊന്നുമില്ല. ഞാൻ ഓടി വന്നിട്ട് എൻ്റെ ഷൂ എല്ലാം ഊരിയിട്ടിട്ട് കാലും മുഖവും കഴുകിയിട്ട് പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ തോർത്തുണ്ട്. ഈ തോർത്ത് ഞാൻ എൻ്റെ റൂമിനകത്തിൽ വിരിച്ചിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് പരിശുദ്ധാത്മാവേ ഈ ദൈവശക്തി എനിക്ക് ആവശ്യമാണ്.
കാര്യം അപ്പോൾ എനിക്ക് വലിയ പാസ്റ്റേഴ്സായിട്ട് ഏത് പരിചയം സമയം ഉച്ച കഴിഞ്ഞിട്ടുള്ള ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഒറ്റയ്ക്ക് റൂമിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച പദങ്ങൾ ഇങ്ങനെയാണ് റോബിനെ, പരിശുദ്ധാത്മാവേ, എനിക്ക് വലിയ പാസ്റ്റർമാരുമായിട്ട് എനിക്ക് പരിചയമില്ല, എന്നെ അഭിഷേകം ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് നയിക്കാനോ എനിക്ക് ആരുമില്ല, എനിക്ക് ഒത്തിരി വലിയ പരിചയം, സ്നാനപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ എൻ്റെ ഉള്ളിൽ വന്ന ആഗ്രഹമാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന്, എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധമാവ് എന്നെ അങ്ങ് സഹായിക്കണം, മറ്റാരുമില്ല, എന്നെ അങ്ങയുടെ ശക്തി കൊണ്ടൊന്ന് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. റോബിനെ അല്പസമയങ്ങൾ കഴിയുമ്പോൾ കുറച്ച് സമയങ്ങൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധമാവേ എനിക്ക് ഈ ശക്തി വേണം, എന്നെ സഹായിക്കണം, ഞാൻ അങ്ങയുടെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ആത്മാവിൽ എങ്ങനെയെന്ന് പറയേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഫീൽ ചെയ്യുകയാണ് എൻ്റെ അരികിൽ ഒരു വ്യക്തി നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടാകാം, ഒരു ആത്മാവാണ് എന്തുവാണ്. അല്ല, പരിശുദ്ധം ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഒരു വ്യക്തി എൻ്റെ അരികിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് കണ്ണു തുറന്ന ആ വ്യക്തിയെ നോക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ അരികിൽ നിൽക്കുന്ന വ്യക്തി എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കും, അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ വ്യക്തി എൻ്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ നാവിൻ്റെ ടോണുകൾ മാറി. അതുവരെ ഞാൻ കർത്താവെ എന്നെ സഹായിക്കണം, എൻ്റെ മേൽ അങ്ങയുടെ ശക്തിയെ പകരണമേ എന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ അധരത്തിൻ്റെ ടോൺ മാറി. എൻ്റെ അധരം, എൻ്റെ നാവ് എൻ്റെ കൺട്രോളിൽ നിന്ന് മാറി. എൻ്റെ കൺട്രോളിൽ നിന്ന് മാറിയിട്ട് എൻ്റെ നാവിനകത്തിൽ അന്യഭാഷ വരാൻ തുടങ്ങി. അന്യഭാഷ വരികയും ശക്തമായിട്ട് പിന്നെ എൻ്റെ കൺട്രോളിലല്ല ഞാൻ സംസാരിക്കുന്നത്, അന്യഭാഷകൾ ഞാൻ സംസാരിക്കുകയും അടുത്തത് പ്രവചനമായി മാറി. എന്നോട് തന്നെ ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. പാസ്റ്റർ ഭാവിയെക്കുറിച്ച് പാസ്റ്റർ പ്രവചിക്കുക. യെസ്, എന്നോട് തന്നെ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനം, അന്യഭാഷ അത് വ്യാഖ്യാനം, നമുക്ക് അതിൻ്റെ മർമ്മങ്ങൾ അറിയില്ല, പക്ഷെ അത് വ്യാഖ്യാനപ്പെടുകയാണ്. അതെ, അന്യഭാഷ പറയുകയും അത് വ്യാഖ്യാനിക്കുകയും അങ്ങനെ പ്രവചിക്കുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മേൽ അതിശക്തമായൊരു ദൈവശക്തി പകർന്നു. അങ്ങനെ ഞാൻ ചില മണിക്കൂറുകൾ ആ റൂമിൽ, ആ സാന്നിധ്യത്തിനകത്തിൽ ആയിരിക്കുവാനായിട്ട്. ഏകദേശം എത്ര മണിക്കൂർ അങ്ങനെ? ഏകദേശം മൂന്ന് മണിക്കൂറിന് മേളിൽ ആ റൂമിൽ അങ്ങനെ ഞാൻ അനുഭവത്തിൽ ഇരിക്കുവാൻ, 3 അല്ല അതിലും മേളിൽ അനുഭവത്തിൽ ഇരിക്കുവാനായിട്ട് ഇടയത്തണം. അതിനുശേഷം സംഭവിച്ച ഒരു കാര്യം കൂടെ ഞാൻ റോബിനോട് പറയാം. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ പുറത്ത് കുറച്ച് സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ വൈകുന്നേരം ആയപ്പോൾ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ, ഞങ്ങളുടെ സഹോദരൻ പ്രാർത്ഥിച്ച് ഒരു മനുഷ്യന്റെ മേൽ കൈവച്ചു. ആ മനുഷ്യൻ ഭൂതോപദ്രവത്താൽ വീണ് അബോധാവസ്ഥയെ കിടക്കുക. അന്ന് തന്നെ. അപ്പോൾ ഇവരെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഒരു പബ്ലിക്, ഞാൻ പറഞ്ഞല്ലോ ഒരു പബ്ലിക് ഏരിയയില്ല, ഞങ്ങളെല്ലാം കൂടി ക്യാമ്പുകൾ. അതെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു മനുഷ്യൻ ബോധമില്ലാതെ കിടക്കുന്ന 3-4 സഹോദരൻ ചുറ്റിയിരിക്കുന്ന ആൾക്കാർ നോക്കി പോകുന്നു. അപ്പോഴാണ് ഞാൻ ഇവരുടെ നടുവിലേക്ക് ചെല്ലുന്നത്, ഈ അഭിഷേകം പ്രാപിച്ച് ഇവരുടെ നടുവിലേക്ക് ചെല്ലുന്നത്. അപ്പം ദൈവം എന്നെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അവിടേക്ക് ചെല്ലുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പം പറഞ്ഞു പെട്ടെന്ന് ഒരു ദുരാത്മാവ് വെളിപ്പെട്ടു. അപ്പോൾ അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, പക്ഷെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഇവനാണെങ്കിൽ തിരിച്ച് ബോധത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. പെട്ടെന്ന് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ ആത്മാവിൻ്റെ നിയോഗത്തിൽ ഈ മനുഷ്യൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഈ മനുഷ്യൻ നോർമലായി ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റിരിക്കുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, സ്തോത്രം, ഒരു ആത്മശക്തി എൻ്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ഒരനുഭവം കൂടെ ഞാൻ എന്നോടുകൂടെ ചേർത്തോടെ ഒത്തിരി പേർക്ക് പ്രയോജനമാകും. ഞാൻ അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഒത്തിരി പേരിനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ചർച്ചിൽ പോയപ്പോൾ അവരെല്ലാം അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നു, ഞാനും എനിക്ക് കിട്ടിയ അന്യഭാഷയിൽ ആരാധിക്കുകയാണ്. ഈ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കൊരു ഡൗട്ട് വരും എൻ്റെ മനസ്സിലേക്ക്. കാര്യം അവർ പറയുന്ന അന്യഭാഷയും ഞാൻ പറയുന്ന അന്യഭാഷയും തമ്മിൽ മാച്ച് ആവുന്നില്ല. ഇത് സത്യമാണോ? ഇങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലേക്ക് വരിക. ഞാൻ ഈ ഡൗട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ സംശയം വരുന്ന ഓൺ ദ സ്പോട്ട് എൻ്റെ നാവിൽ അന്യഭാഷ നിന്നുപോയി. അവിശ്വാസം വന്നു. എനിക്ക് സംശയം ഉണ്ടായി. അപ്പോൾ എൻ്റെ നാവിൽ അന്യഭാഷ നിന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ചില ആൾക്കാർ പറയാം അന്യഭാഷ ചുമ്മാ അങ്ങനെ ഇങ്ങനെ. എൻ്റെ അനുഭവമാണ്, എത്ര ശ്രമിച്ചിട്ടും പിന്നെ എൻ്റെ നാവിൽ ഒറ്റ വാക്ക് വരുന്നില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇതെൻ്റെ കഴിവിൽ നിന്ന് വരുന്നതല്ല, ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, ജ്ഞാനത്തിൽ നിന്ന് വരുന്നതല്ല, സ്വർഗം കരുണ തോന്നി പകർന്നു വരുന്നതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ക്ഷമ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, എൻ്റെ അറിവില്ലായ്മയെ ഞാൻ പറഞ്ഞു പോയതാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പെട്ടെന്ന് വീണ്ടും എൻ്റെ നാവിൽ അന്യഭാഷ കൊണ്ട് ദൈവം നിറച്ചു. എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഇത് ഒറിജിനലാണ്, ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ലെന്ന് പറഞ്ഞ് ദൈവം എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അന്ന് ഉറപ്പിച്ചു. ഇത് തന്നെ പല വിശ്വാസികൾക്കും സംഭവിക്കുന്നത്.
അവർ ചിലപ്പം ഒരു പ്രാവശ്യം അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടോ, പക്ഷെ പിന്നീട് അവരുള്ള അവിശ്വാസം കടന്നു വരുമ്പോഴേക്ക് ആ അന്യഭാഷ നിന്നുപോയി. വിഷയം നിന്നുപോയത് ഞാൻ പല വിശ്വാസികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. റോബിന്, എൻ്റെ ഒരു അനുഭവം, നമ്മുടെ ഇവിടെ അലൈനിൽ എന്ന സ്ഥലത്ത് നമ്മൾ ക്യാമ്പിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചില സഹോദരങ്ങൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. ആ സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഒരു പ്രാവശ്യം അന്യഭാഷയിലൊക്കെ നന്നായിട്ട് ആരാധിച്ചുകൊണ്ടിരുന്നത്, പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇതേപോലെ ഒരു സംശയം വന്നിട്ട്, അത് പലരും പറയുന്ന റോങ് ടീച്ചിങ്ങിൽ നിന്ന് വരുന്നതാണ്, സംശയം വന്നിട്ട് ഇദ്ദേഹം പിന്നെ എന്ത് ചെയ്തെന്നറിയോ, അന്യഭാഷ പറയാതായി അത് നിന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അന്യഭാഷ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടെ പറഞ്ഞു, ഞാനും അന്യഭാഷയിലൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവിശ്വാസങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ മേൽ ഇത് പകർന്നു തരുവാൻ ദൈവം സർവ്വശക്തൻ. അങ്ങനെ ഞങ്ങൾ അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹം വീണ്ടും തിരിച്ച് അന്യഭാഷകൾ ശക്തമായിട്ട് ആരാധിക്കുന്നത് കാണാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ഒരു അസാധാരണ അനുഭവമായിരുന്നു അതെ പാസ്റ്ററുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഒരു ഒറ്റയ്ക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മസ്നാനം പ്രാപിക്കുവാൻ ദൈവം സഹായിച്ചു. ഈ ആത്മസ്നാനം പ്രാപിക്കേണ്ട ആവശ്യകതയുണ്ടോ? എത്രത്തോളം പ്രാധാന്യത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതിനുണ്ട്? നമ്മൾ എല്ലാവരും പറയും, നമ്മൾ വചനത്തിൽ പറയുന്നുണ്ട്, പിതാവിനോട് കേട്ട വാക്തത്തിനെ കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം അപ്പോസ്തലന്മാരും ശിഷ്യന്മാരൊക്കെ കാത്തിരുന്നു, അവരത് പ്രാപിച്ചു. കാത്തിരിക്കേണ്ട ആവശ്യകത ഉണ്ടോ പാസ്റ്ററെ ഇതിന്? തീർച്ചയായിട്ടും റോബിനെ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഈ കാത്തിരുന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ദാഹം വേണം, നമുക്കൊരു ദാഹം ഉണ്ടാവണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നൊരു ദാഹം ഉണ്ടാവണം. ഇന്ന് ഈ ദാഹമില്ലാതെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് പഠിപ്പീരുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ വരുന്നു, ആരാധിക്കുന്നു, പോകുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ദാഹം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുവാനും ആഴത്തിൽ മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ലൈഫിനകത്ത് ഇന്ന് വരെ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മയാണ് എന്നെ നടത്തിയത്. കാരണം ബൈബിൾ ഇങ്ങനെ പറയണം, പരിശുദ്ധാത്മ ഒരുത്തനിൽ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തും. ഞാൻ ഒരു ലോകപ്രകാരം നടന്നൊരു മനുഷ്യനാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ലോകപ്രകാരം നടന്നൊരു മനുഷ്യൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ലോകത്തിൻ്റെ എല്ലാ സ്വഭാവവും ജഡത്തിൽ നിന്ന് വിട്ടെന്ന് വിചാരിക്കരുത്. പക്ഷേ ഒരു വ്യക്തിയെ അവനെ ജഡത്തിൽ ജയിക്കാൻ പറ്റത്തില്ല. പല വിശ്വാസികളുടെ ഇന്നുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടു, വിശ്വാസത്തിലേക്ക് വന്നു, പക്ഷേ ജഡത്തെ ജയിക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ജഡത്തെ ജയിക്കാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇവന് ജഡത്തെ ജയിക്കണമെങ്കിൽ ഇതിൻ്റെ മേൽ ആത്മാവ് വന്നെങ്കിലേ പറ്റത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾക്കകത്തിൽ ഞാൻ ഇന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. അതായത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പ്രവചിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ വീര്യപ്രവർത്തികൾ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുക മാത്രമല്ല, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിക്ക് നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മേലില്ലാതെ നടക്കത്തില്ല. പാസ്റ്ററെ, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാനൊരു നാട്ടിൽ ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാൻ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിച്ചു, ഈ ആത്മസ്നാനം പ്രാപിക്കുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ മറ്റു കാര്യങ്ങളും ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, ആ വ്യക്തി പറഞ്ഞു, ഇതിനു വേണ്ടി കാത്തിരിക്കണം, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. രണ്ട്, ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, പുള്ളി ആയിരിക്കുന്ന ആ ചർച്ചിൽ വെച്ച് നോക്കുമ്പോൾ ഒരു 50 പേരുണ്ടെങ്കിൽ 5 പേരെ ആത്മസ്നാനം പ്രാപിച്ചിട്ടുള്ളൂ, അന്യഭാഷകൾ സംസാരിക്കുന്നുള്ളൂ. അത് 5 പേർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ല. അപ്പം അതിന് വലിയ പ്രാധാന്യത ഇല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പാസ്റ്റർ എന്ത് പറയാനാണ് പാസ്റ്റർ ഇതിനോട്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ചർച്ചിൻ്റെ അവസ്ഥ അതാണ്. മനസ്സിലായി? എന്നുവെച്ചാൽ ഇന്ന് ഒത്തിരി ചർച്ചുകളിൽ റോബിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനു വേണ്ടിയുള്ള സമയമില്ല. ഇന്ന് പല ചർച്ചുകളും വരുന്നു, ആരാധിക്കുന്നു, പോകുന്നു എന്നൊരു നിലവാരത്തിലാണ് പല ആൾക്കാരും. ആ ഒരു ലെവലിലാണ് ചർച്ചിനെ കൊണ്ടുപോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആത്മമണ്ഡലമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ സമയത്ത് ആരാധന നിൽക്കണമെന്നില്ല. മനസ്സിലായോ? നമ്മുടെ സമയത്ത് ആരാധന നിൽക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശുശ്രൂഷയാണെങ്കിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. പലരും പറയും പരിശുദ്ധാത്മാവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഇഷ്ടപ്രകാരം പോകുന്നു ഒക്കെ പറയുന്ന പല നിലവാരത്തിലുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ മേൽ പരിശുദ്ധാത്മ വന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ അതിശക്തമായ ആത്മസാന്നിധ്യത്തിൽ പോയി. എത്ര മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഇരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതായത് നമ്മൾ ആത്മസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കാനിരുന്നാൽ ബോറടിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ ആത്മസാന്നിധ്യത്തിലിരിക്കുന്നെങ്കിൽ നമ്മളെ അടുത്ത ലെവലുകളിൽ പരിശുദ്ധാത്മ കൊണ്ടുവരും. അവിടെ ദർശനങ്ങൾ ഓപ്പൺ ആകും, അവിടെ വെളിപ്പാടുകൾ ഓപ്പൺ ആകും, അവിടെ അടുത്ത തലങ്ങളിലേക്ക് പോകും. മനസ്സിലായി? അപ്പം ഞാനിതിൽ മനസ്സിലാക്കിയ 2 കാര്യങ്ങളുണ്ട് പാസ്റ്ററെ. ഒന്ന്, കാത്തിരിക്കാനുള്ള ഒരു മനോഭാവം വേണം. ഒന്ന്, വിശ്വസിക്കാനുള്ള ഒരു ഹൃദയം വേണം. ഇങ്ങനെയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ദൈവം പകർന്നു കൊടുക്കുക. അതുകൊണ്ടല്ലേ അപ്പോസ്തല പ്രവൃത്തി വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞത്,
നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന് കഴിയുമ്പോൾ, അപ്പോൾ അവർ നോക്കണം, ഏകദേശം 50 ദിവസത്തോളം ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാത്തിരിക്കുന്നവനെ കൊണ്ട് കർത്താവിന് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പോൾ കാത്തിരിക്കാത്തവനെ കൊണ്ട് ദൈവത്തിനൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ കാത്തിരുന്നു. യേശുവിനെ ശ്രദ്ധിച്ച് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് 40 ദിവസം ഉപവാസത്തോടെ കാത്തിരുന്നു. അടുത്ത് തിരുവചനം പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. അപ്പോൾ കാത്തിരിക്കുന്നവയിൽ പകർന്ന ദൈവശക്തി, യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധമായ യേശുവിനെ വന്നു. അടുത്തത് യേശു 40 ദിവസം കാത്തിരുന്നപ്പോൾ അടുത്തത് യേശു വരുന്ന പരിശുദ്ധമായ ശക്തി എന്ന ലെവലിലേക്കാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന, ആത്മസ്നാനം പ്രാപിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. കാത്തിരിക്കാനൊരു മനോഭാവം വേണം, വിശ്വസിക്കാനുള്ള ഹൃദയം വേണം. എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമ്മുടെ മേൽ ദൈവം പകരും. നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ആത്മസ്നാനം എങ്ങനെ പ്രാപിച്ചിട്ട് അതെങ്ങനെ നിലനിർത്തും, അതെങ്ങനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. കേട്ടവരെല്ലാവരും ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.